ആൾമങ്കൂട്ടത്തിനെതിരെ കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നാണല്ലോ പ്രശ്നമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിജി ആൻഡ് ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് റിജി അല്ല റിനി എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരുത്തി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്നും ഞാൻ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ VIP പാസ് എങ്ങനെ ഈ പറയുന്ന റിനിക്ക് കിട്ടിയെന്ന്. ഞാനും അതിശയിച്ചു പോയി, ഇവർക്ക് VIP പാസ് ഒക്കെ കിട്ടിയോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ VIP പാസ് ഒക്കെ ആര് കൊടുത്ത് ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. UDF ഇത്രയും മണ്ടനായിട്ടുള്ള ആൾക്കാരുണ്ടോ? VD സതീശൻ ഇപ്പൊ അങ്ങനെ അടിപ്പിക്കാറില്ല, വിളിക്കാറില്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് ഇതെങ്ങനെ കിട്ടി? പിന്നെ കർണാടക മുഖ്യമന്ത്രി എന്തോ നമ്മുടെ ഇതന്നെ ഒരു പുള്ളിക്കാരൻ, പുള്ളിയുടെ പേര് മറന്നുപോയി, റെഡ്ഡി. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പട്ടി ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുക, ഫോട്ടോസല്ല പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ പോസ്റ്റിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അതിനു മുമ്പ് ചേച്ചിയുടെ ഇന്നത്തെ ഒരു ന്യൂസ് നിങ്ങളൊന്ന് കാണുക. പിന്നെ അത് മാത്രമല്ല, ഒരു ചേച്ചി ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്, ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ചേച്ചിയാണ് ഒരു വോയിസും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് റീനയെ കുറിച്ച്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം, ഒരു കുഴപ്പമില്ല. അത് നിങ്ങളൊന്ന് കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യ, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇവിടെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. വെറുക്കുന്നവർ കഴിഞ്ഞ വീഡിയോ അങ്ങോട്ട് 5000-ഓളം അങ്ങോട്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 10,000 ആക്കി, അത്രയും നല്ലത്. അടിക്കുക. ഇവിടെ വെറുക്കുന്നവർ മാത്രം. കൂടെ ഒരു ഹൈപ്പും കൂടെ കൊടുത്ത് പരമാവധി ഷെയർ ചെയ്തു. ഇവിടെ കോണ്ടന്റാ വലിച്ചു കീറാനുള്ളതുണ്ട്. വിജിൽ മോഹനൻ ഈ അവതാരത്തെ കരുതിയിരിക്കുക എന്ന തലക്കെട്ടിലാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോലും സീറ്റ് കിട്ടാതെ നിൽക്കുമ്പോൾ റിനിക്ക് എങ്ങനെ VIP പാസ് ലഭിച്ചുവെന്നും തെലങ്കാന മുഖ്യമന്ത്രിക്കൊപ്പം എങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞുവെന്നും വിജിൽ മോഹനൻ ചോദിക്കുന്നു. ഇതിപ്പോ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതിനകത്ത് കയറി പറ്റി കഴിഞ്ഞാൽ ഇവക്ക് നാണോ മാനോ ഒന്നും ഇല്ലായിരിക്കും. ഇവക്കൊരു നാണോ മാനോ ഇല്ലാതെ കണ്ടോ എല്ലാം കയറി എടുത്തതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരാ കോൺഗ്രസിലുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇനി കോൺഗ്രസിലെ വേറെ പല നേതാക്കന്മാരും കൂടെ ചേർന്നിട്ടാണോ ഇനി രാഹുലിനെ ഒതുക്കാൻ നോക്കിയെന്നാണ്. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് കരുതുന്നില്ലെന്നും റിനിയെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ജീവനക്കാർ ഉണ്ടാക്കിയതല്ല ഈ സർക്കാരിനെയെന്നും അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നും വിജിൽ മോഹനൻ ആഞ്ഞടിച്ചു. സ്വപ്നയും സരിതയും ഓഫീസുകളിൽ കയറിയതിന്റെ ഫലം മുൻ മുഖ്യമന്ത്രിമാർ അറിഞ്ഞതാണ്. റിനി പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറവൂരിൽ VD സതീശനെതിരായ പരിപാടിയിൽ പങ്കെടുത്തയാളാണ് റിനി എന്നും വിജിൽ മോഹനൻ കുറ്റപ്പെടുത്തി. കണ്ട പലയിടത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെയും ചാടി ഇവിടെയും ചാടുന്ന ഇതുപോലൊരു നാറി വരുത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ പോസ്റ്റ്, ഇതിൻ്റെ മറുപടി പോസ്റ്റായിട്ട് അക്ക വന്നിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പവനമായ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞുകൂട്ടി കൂവി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവന്ത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ, മറ്റേ റേവന്ത്, അത് തന്നെ രേവന്ത് റെഡ്ഡിയായിട്ട് ഒരു ഫോട്ടോ എടുത്ത് എന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ സന്തോഷം. എൻ്റെ പൊന്നു റിനി, നമുക്കൊരു കോപ്പുമില്ല, ഒരു കോപ്പുമില്ല. മാത്രമല്ല നിന്നെപ്പോലുള്ള ഒരുത്തി അയാളുടെ കൂടെ ഫോട്ടോ എടുത്ത് നാളെ ഒരു വിഷയം വരുമ്പോൾ അയാളുടെ പേരും കൂടെ വരുത്തില്ലെന്ന് എന്താന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. കാരണം ഉറപ്പാണ് ഇവളെപ്പോലുള്ളവന്മാരൊക്കെ ഇറങ്ങി തിരിച്ചാൽ അയാൾക്കേ പേര് ദോഷം വരത്തുള്ളൂ. നാളെ ഇവിടെ ഒരു കോൺട്രവേഴ്സി വരുവാണെങ്കിൽ ആദ്യം തന്നെ ഈ MLAക്കും പങ്കുണ്ടെന്നും വേണമെങ്കിൽ തന്നെ അവിടെ സമരം നടക്കും. അതൊക്കെ കൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത്. അയ്യോ, ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. എൻ്റെ പൊന്നോരെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. നിന്നെപ്പോലുള്ള ഡൂപ്ലി ടീംസിനെയൊക്കെ അടിച്ചു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മോളെ. ഓക്കെ, മാതൃക രാഷ്ട്രീയ പ്രവർത്തകർ എന്നെ അവതാരം എന്ന് വിളിച്ചു കളിയാക്കുന്നവർക്കായി. അതെ, ഞാനൊരു അവതാരം തന്നെയാണ്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവരാധം. ഈ എൻ്റെ പൊന്നോ, എടി നാണം കെട്ടവളെ, നിനക്കൊരു ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ വന്നിട്ടിരുന്ന് മെഴുകാനാ, ഇങ്ങനെ വന്നിട്ടിരുന്നൊരു നാണവമാനം ഇല്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു പെണ്ണിനെ ഒരുത്തൻ്റെ ജീവിതം കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പല പരിപാടിയും നോക്കി. എന്നിട്ട് തൻ്റെയുടെ ഉള്ള വരുത്തിയാണെങ്കിൽ അവൻ്റെ പേരെങ്കിലും വിളിച്ച് പറഞ്ഞാനെ. അതിന് പോലും ഉള്ള ധൈര്യം പോലും ഇല്ലാത്ത നീയൊക്കെ എങ്ങനെയാടേ? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. ഓക്കെ, എനിക്കൊരു ചേച്ചി ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് സമർപ്പിക്കുന്നു. നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ വോയിസ് ഒന്ന് കേൾക്കുക. ആൾമങ്കൂട്ടത്തിനെതിരെ കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നാണല്ലോ പ്രശ്നമായത്. VD സതീശന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഈ റിനി ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നാണല്ലോ പ്രശ്നമായത്. VD സതീശന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം എന്താണ് ഈ ഇങ്ങനെ കാണിച്ചു വെച്ചു? അന്നേരം തെറ്റ് ചെയ്ത ഒരു പെണ്ണില്ലേ?
ആ പെണ്ണിനെ കുറിച്ച് എന്താണ് എല്ലാവരും പറയുന്നത്? കാരണം അവൾക്കൊരു ഭർത്താവ് ഇരിക്കുകയാണ്, അവൾ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് വേറൊരു റിലേഷനിലോട്ട് പോയിരിക്കുന്നത്. അന്നേരം ആ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇവരെ ആരെയും എനിക്കറിയത്തില്ല. എന്നാന്നൊന്നും അറിയത്തില്ല. ഈ ന്യൂസ് വരുന്നതുമൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ റിനി എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്കങ്ങ് ഇതാന്ന് തോന്നുന്നില്ല. കാലുവാരൽ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അത് കൂട്ടുകൂടി നടന്നിട്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ എട്ടിൻ്റെ പണി കൊടുത്തത്. അതേപോലെ തന്നെ ഇനിയും വി.ഡി. സതീശൻ സാറിൻ്റെ കൂടെ നിർത്തിയാലും കൂടെ നിന്നിട്ട് അവൾ ഇതിൻ്റെ അപ്പുറം എട്ടിൻ്റെ പണി അങ്ങർക്കിട്ട് കൊടുക്കാതിരുന്നാൽ ഭാഗ്യമെന്ന് പറയാം. അതുകൊണ്ട് കൂടുതലെടുത്ത് പൊക്കാതിരിക്കുക. പിന്നെ ഇപ്പം നേരത്തെയൊക്കെ ആയിരുന്നു എന്താണ് ഈ കർമ്മ എന്ന് പറയുന്നത് പിന്നത്തേക്ക് വെക്കുന്നത്. പക്ഷേ ഇപ്പം കർമ്മ എന്ന് പറയുന്നത് അപ്പ എല്ലാവർക്കിട്ടും കൊടുക്കുന്നുണ്ട്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും ചീത്ത വിളിച്ചു, കല്ലെറിഞ്ഞു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. റിനിക്കെതിരെ കൂകി വിളി, കിട്ടേണ്ടതെല്ലാം കിട്ടുകയും ചെയ്ത്. ഇപ്പം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ, ഈ റിനി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് നല്ല ഒരു ഇത് തോന്നുന്നില്ല. പുള്ളിക്കാരി ഇപ്പം ആ പെണ്ണും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം വിചാരണ ചെയ്തു. അത് ഏതായാലും ഒരു പെണ്ണ് അങ്ങോട്ട് ചെല്ലാതെ ഒരു പെണ്ണ് ഒരു ഈ പീഡനം എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടം ചെയ്താൽ ശരി അത് പീഡനമാവും. ഇത് പലവട്ടം ചെയ്താൽ എങ്ങനെയാണ് അത് പീഡനമാകുന്നേ? അതാണ് എനിക്കറിയാൻ പറ്റാത്തത്. ഒറ്റ വട്ടം ചെയ്താൽ അത് പീഡനം. ഈ പലവട്ടം ഒരാൾക്ക് ചെന്ന് കീഴടങ്ങി കൊടുത്തിട്ട് അത് പീഡനമാകുന്നത് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കുറേ നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യത വരും. ഇതിപ്പോൾ നിങ്ങൾ ഇതിട്ടാലും. കാരണം ഞാൻ പെൺകുട്ടിക്കെതിരായിട്ട് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. ഒരു വട്ടം പീഡിപ്പിച്ചാൽ, നമ്മുടെ സമ്മതമില്ലാതെ ചെയ്താൽ അത് പീഡനം. പക്ഷേ അതേ വ്യക്തി തന്നെ ആ വ്യക്തി പറയുന്നിടത്ത് ആ പുള്ളിയുടെ സ്വഭാവം ഓൾറെഡി ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കയറി കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ പറയുന്ന രീതിക്ക് അവരെത്താതെ വരുമ്പം പീഡനം എന്നും പറഞ്ഞ് ഇറങ്ങുന്നതിനകത്ത് ഒരു കാര്യവും ഇല്ല. എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. റിനി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും അതൊരു എട്ടിൻ്റെ പണി കൊടുത്താണെന്നാണ് തോന്നുന്നത്. കാരണം അത് ആർക്ക് വേണ്ടിയിട്ട് കളിച്ച കളിയാണ്. പക്ഷേ അത് അവർക്ക് കിട്ടിയോ അതും ഇല്ല, വി.ഡി. സതീശൻ സാറിന് കിട്ടുകയും ചെയ്തു എന്നുള്ള ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. വി.ഡി. സതീശൻ സാറിനോട് പണി കിട്ടാതിരുന്നാൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. കൂടെ കൊണ്ട് നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ശരി, വി.ഡി. സതീശൻ സാറാണെങ്കിലും ശരി. ഇന്നിപ്പോൾ ഫോട്ടോയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി, നമ്മളതൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഇതധികം കോൺഗ്രസ്സുകാർ ഇതിനെ എടുത്ത് തലപ്പത്ത് കയറ്റി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കിട്ടും എട്ടിൻ്റെ പണി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പെൺകുട്ടി തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്, കാരണം അത് ഒരു വട്ടം പോയെങ്കിൽ ശരി, അത് പീഡനമാണെന്ന് നമുക്ക് പറയാം. പെണ്ണിൻ്റെ താല്പര്യമില്ലാതെ അതിനെ കീഴടക്കി സമ്മതിച്ചു. പക്ഷേ ഈ പലവട്ടം പോയെടുത്തത് പീഡനമാണ് എന്ന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അത് സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് തന്നെയാണ് പിന്നെ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കുന്നത്. അന്നേരം അതൊരിക്കലും പീഡനമാകത്തില്ല. മാത്രമല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നല്ല ഒരാണുങ്ങളുടെയും തലയിൽ വെക്കുന്നതും ശരിയല്ല. ആദ്യത്തെ വട്ടമാണെങ്കിൽ ശരി, അത് പീഡനം എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ എങ്കിൽ പിന്നെയും അവർ വിളിക്കുന്നിടത്ത് എന്ന് കയറി കിടന്നു കൊടുത്തിട്ട് പിന്നെ അത് പീഡനം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ റിനിയെ വിശ്വസിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും. ഇന്ന് അവൾക്ക് കൂവിവിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ, കൂവിവിളിയും കല്ലേറും കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. കൂവിവിളിയും കല്ലേറും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിൻ്റെ ഫലം തന്നെയാണ്. പിന്നെ ഇവളെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട എല്ലാവിധ പരിഗണനയും ഇന്ന് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് കോൺഗ്രസ്സിന് ഒരു വിലപ്പെട്ട ഒരു വ്യക്തി തന്നെയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ വീഡിയോസും കാണുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ഗഹനമായി ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ളതും ചെയ്യുന്നത് എന്നുള്ളതും. പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പാളിച്ചകൾ വന്നു പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ റിനിയെ കൂടുതൽ കോൺഗ്രസ്സുകാർ അടുപ്പിക്കുന്നത് എട്ടിൻ്റെ പണിക്കുള്ളതായിരിക്കും. കാരണം നാളെ ഉമ്മൻചാണ്ടി സാറ് നാറിയ പോലത്തെ നാറ്റിൽ വി.ഡി. സതീശൻ സാറിന് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നേ അവളെ മാറ്റിവിടുന്നതായിരിക്കും നല്ലത്. അവളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാതിരിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി സാറിന് പറ്റിയത് എന്നും എല്ലാവർക്കും ഒരു പാഠമാണ്. അതൊക്കെ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ കാലം തന്നെ തെളിയിച്ചു, എല്ലാവർക്കും ഇട്ടും കൊടുത്തു. അതൊക്കെ സംഭവം സത്യമാണ്. പക്ഷേ ഇനിയും അങ്ങനെ നാറാതെ ഇരിക്കുക. അന്ന് അങ്ങനെ നാറിയേണ്ടിയാണ് ഭരണം പോയതും 10 വർഷം
കേരളം ഇതുപോലെ മുടിയേണ്ടി വന്നത്. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും.